അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അവരുടെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയ അവരുടെ ഖബറുകളെ അല്ലാഹു വിശാലമാക്കട്ടെ. സ്വർഗീയമായ അനുഗ്രഹങ്ങൾ അല്ലാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ, ഉസ്താദുമാരെ, സഹോദരി സഹോദരന്മാരെ, സൂറത്തുൽ ബഖറയിൽ നിന്നുള്ള പാരായണവും വിശദീകരണവുമാണ് നമ്മൾ നടത്തുന്നത്. അല്ലാഹു നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅൻ സുമ്മ ഇസ്തവാ ഇലസ് സമാഇ ഫസവ്വാഹുന്ന സബ്അ സമാവാത് വഹുവ ബികുല്ലി ശൈഇൻ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അവൻ ജനിപ്പിച്ചതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുന്നു, ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ. ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും നിങ്ങൾക്ക് വേണ്ടി അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. ജമീഅൻ, എല്ലാ വസ്തുക്കളും, ലിതൻതഫിഉ ബിഹി വ തഅതബിറു, അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുവാനും എന്നിട്ട് നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുവാനും, സൃഷ്ടാവിനെ സംബന്ധിച്ച് ചിന്തിക്കുക. നിങ്ങളെ അള്ളാഹു ആദ്യം ജനിപ്പിച്ചു, എന്നിട്ട് ഭൂമിയിലുള്ള സർവ്വ വസ്തുക്കളെയും നിങ്ങൾക്ക് വേണ്ടി അവൻ സൃഷ്ടിച്ചു തന്നു. നമ്മൾ കഴിക്കുന്നത്, കുടിക്കുന്നത്, യാത്ര ചെയ്യുന്നത്, വസിക്കുന്നത്, ജീവിക്കുന്നത് എന്ന് വേണ്ട സർവ കാര്യങ്ങൾക്കും അവൻ ഭൂമിയിൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ രൂപാന്തരപ്പെടുത്തി തന്നു. എന്നിട്ടോ സുമ്മ ഇസ്തവാ ഇലസ് സമാഇ ഫസവ്വാഹുന്ന സബ്അ സമാവാത്. പിന്നീട് അള്ളാഹു ആകാശത്തേക്ക് ഉദ്ദേശിച്ചു. ആകാശത്തെ 7 ആകാശങ്ങളായി രൂപാന്തരപ്പെടുത്തുന്നതിന് വേണ്ടി അവൻ പോയി. ഭൂമിയിലുള്ള സർവ്വ വസ്തുക്കളെയും അവൻ നമുക്ക് വേണ്ടി ഒരുക്കി തന്നു. എന്നിട്ട് ആകാശത്തെ രൂപാന്തരപ്പെടുത്തി. വഹുവ ബികുല്ലി ശൈഇൻ അലീം, അവൻ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാവുന്നു. എല്ലാ കാര്യങ്ങളും വ്യവസ്ഥാപിതമായും ഓരോരുത്തരെ സംബന്ധിച്ചും നമ്മളുടെ എല്ലാ കാര്യങ്ങളും മൊത്തമായും ഓരോരുത്തരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അവൻ അറിയുന്നവനാണ്. അപ്പോൾ അഫലാ തഅതബിറൂന, നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? അന്നൽ ഖാദിറ അലാ ഖൽഖി ദാലിക ഇബ്തിദാഅൻ, തുടക്കത്തിൽ ഇതിനെ സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ, വഹു അഅലമു മിൻകും ഖാദിറുൻ അലാ ഇആദതികും, നിങ്ങളെ മടക്കി കൊണ്ടുവരുവാനും കഴിവുള്ളവനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ഒന്നും ഇല്ലായ്മയിൽ നിന്ന് നമ്മളെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പോരുന്നവന് നമ്മൾ മരിച്ചു മണ്ണടിഞ്ഞാൽ പോലും രണ്ടാമത് തന്നെ മടക്കി കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അതിനെ സംബന്ധിച്ചാണ് അള്ളാഹു നമ്മളോട് പറയുന്നത്. അപ്പോൾ നമ്മളെ ആദ്യം ഒന്നും ഇല്ലായ്മയിൽ നിന്ന് മാതാവിൻ്റെയും പിതാവിൻ്റെയും പ്രവർത്തന ഫലമായി കൊണ്ട് ബീജത്തുള്ളികളിൽ നിന്ന് മാതാവിൻ്റെ ഗർഭാശയത്തിലേക്ക് അവൻ നമ്മളെ പ്രവേശിപ്പിക്കുകയും ബീജത്തുള്ളികൾ രക്തത്തുള്ളികളായി രക്തത്തുള്ളികൾ എന്നതിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ആയത്ത് പറയുന്നുണ്ട്, എല്ലുകളും മാംസങ്ങളും പൊതിഞ്ഞു മനുഷ്യ കുഞ്ഞായിട്ട് രൂപാന്തരപ്പെടുത്തി. എന്നിട്ടോ നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും അവൻ ചെയ്തു തന്നു. അങ്ങനെയുള്ള സൃഷ്ടാവ് നിങ്ങൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ, മരണമടഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ അവൻ പുനർജന്മം നൽകി കൊണ്ടുവരാൻ കഴിവുള്ളവനല്ലേ എന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തേ? മനസ്സിലാക്കിക്കൊള്ളുക. ഇതാണ് അതിൻ്റെ സാരം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അവൻ രൂപാന്തരപ്പെടുത്തി ജനിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഏത് കോലത്തിൽ നമ്മൾ ഈ ലോകത്തോട് വിട പറഞ്ഞാലും അവൻ നമ്മളെ പുനർജന്മം നൽകി കൊണ്ടുവരും. വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ
قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون وإذ قال ربك للملائكة നബിയെ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക വദ്കുർ നിങ്ങൾ ഓർക്കുക യാ മുഹമ്മദ് നബിയെ എന്ത് ഇത് ഖാല റബ്ബുക ലിൽ മലായികത്തി മലക്കുകളോട് അല്ലാഹു പറഞ്ഞ സന്ദർഭത്തിനെ സംബന്ധിച്ച് എന്താണ് അല്ലാഹു പറഞ്ഞത് ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ യഖ്ലുഫിനി ഞാനൊരു പ്രതിനിധിയെ ഭൂമിയിൽ ഉണ്ടാക്കാൻ പോകുന്നു അല്ലെങ്കിൽ ചുമതലപ്പെടുത്താൻ പോകുന്നു എൻ്റെ ഒരു പ്രതിനിധിയെ മലക്കുകളോട് പറയുകയാണ് ഞാൻ എൻ്റെ ഒരു പ്രതിനിധിയെ ഭൂമിയിൽ രൂപാന്തരപ്പെടുത്താൻ പോകുന്നു അല്ലെങ്കിൽ ഒരു പ്രതിനിധിയെ നിയമിക്കാൻ പോകുന്നു എന്താ നിങ്ങളുടെ അഭിപ്രായം ആലൂ ആ മലക്കുകൾ പറഞ്ഞു അതജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ ആ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്ന ഒരു വിഭാഗത്തെ നീ സൃഷ്ടിക്കുകയോ രക്തം ചൊരിക്കുകയും നാശങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു വർഗത്തെ നീ പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കുകയോ എങ്ങനെ രക്തം ചൊരിക്കും മൻ യുഫ്സിദു ഫീഹ അവിടെ നാശം വരുത്തും ബിൽ മആസി തെറ്റുകുറ്റങ്ങൾ ചെയ്യൽ കൊണ്ട് വയസ്ഫിക്കു ദിമാ രക്തം ചൊരിക്കുകയും ചെയ്യും യുരീഖുഹാ ബിൽ ഖത്ൽ കൊലപാതകം കൊണ്ട് രക്തച്ചൊരിച്ചിലുണ്ടാക്കും കമാ ഫഅല ബനുൽ ജാന്നി ജിന്നുകളുടെ മക്കൾ ചെയ്തതുപോലെ കാനൂ ഫിഹ ആ ഒരു ഭൂമിയിലുണ്ടായിരുന്ന ജിന്നുകൾ അങ്ങനെ ഒരു ഫലമ്മ അഫ്സദു അവർ നാശങ്ങൾ ഉണ്ടാക്കി ഭൂമിയിൽ അർസലല്ലാഹു അലൈഹിം അൽ മലായിക മലക്കുകളെ അവരിലേക്ക് അള്ളാഹു അയച്ചു എന്നിട്ടോ ഫതത്റുദൂഹും ഇലൽ ജസാഇരി വൽ ജിബാലി പർവ്വതങ്ങളിലേക്കും വിദൂരമായ സ്ഥലങ്ങളിലേക്ക് അവർ ആട്ടിപ്പായിക്കുകയാണ് ചെയ്തത് ഇതാണ് ജിന്നുകളെ സൃഷ്ടിച്ചുണ്ടായിരുന്ന സംഭവം അപ്പം മനുഷ്യൻ നീ അങ്ങനെ ഒരു വിഭാഗത്തെ പ്രതിനിധിയെ ഭൂമിയിൽ നീ ഏൽപ്പെടുത്താൻ പോവുകയാണോ പ്രതിയെ തിരഞ്ഞെടുക്കാൻ പോവുകയാണോ വനഹ്നു നുസബ്ബിഹു ബിഹംദിക ഞങ്ങളാണെങ്കിൽ നിന്നെ ഹംദ് ചെയ്യൽ കൊണ്ട് പൊഴുതിക്കൊണ്ടിരിക്കുന്നു തസ്ബീഹുകൾ ചെയ്യുന്നു നുഖദ്ദിസു ലക നിന്റെ എല്ലാ കാര്യങ്ങളും സ്തുതിക്കുകയും ഹംദ് ചെയ്യുകയും വളരെ പരിശുദ്ധന്മാരാക്കിക്കൊണ്ട് ഞങ്ങൾ നിന്നെ ആരാധനാകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു വനഹ്നു നുസബ്ബിഹു മുൽതബിസീന ബിഹംദിക നിന്നെ ഹംദ് ചെയ്യുന്നവരായിക്കൊണ്ടേ ഞങ്ങൾ ഇരിക്കുന്നു ഐ നഖൂലു സുബ്ഹാനല്ലാഹ് എന്നും വബിഹംദിഹി എന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഹംദും ചൊല്ലുന്നു സ്വലാത്തുകൾ ചൊല്ലുന്നു സുബ്ഹാന ചൊല്ലുന്നു തസ്ബീഹുകൾ ചൊല്ലുന്നു വനുഖദ്ദിസു ലക നുനസ്സിഹുക അമ്മാ ലാ യലീഖു ബിക നിന്നോട് യോജിക്കാത്ത ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതിനൊക്കെ ഞങ്ങൾ പരിശുദ്ധന്മാരാക്കിക്കൊണ്ടുകയും ഇരിക്കുന്നു അപ്പോ ഐ ഫനഹ്നു അഹഖു ബിൽ ഇസ്തിഖ്ലാഫി പ്രതിനിധിയായിട്ട് ആക്കാൻ ഏറ്റവും യോഗ്യർ ഞങ്ങളാകുന്നു ഞങ്ങൾ ഇരിക്കവേ മറ്റൊരു കൂട്ടരെ നീ പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കാൻ പോകുന്നുണ്ടോ എന്നാണ് മലക്കുകൾ ചോദിക്കുന്നത്. നമ്മുടെ മനുഷ്യനെ സംബന്ധിച്ചുള്ള സ്വഭാവത്തെ സംബന്ധിച്ച് മലക്കുകൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് പറയുകയാണ്. ആ മലക്കുകൾ അന്ന് പറഞ്ഞതിൻ്റെ യാഥാർത്ഥ്യം ഇന്ന് നമ്മൾക്ക് മനസ്സിലാക്കി നോക്കുക. ഭൂമിയിൽ എന്തൊക്കെയാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരെന്ന്. അപ്പോൾ നമ്മളുടെ സ്വഭാവങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് മലക്കുകൾ റബ്ബിനോട് പറഞ്ഞ കാര്യങ്ങളാണ്. ഖാല അള്ളാഹു പറയുകയാണ് അവരോട് ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം, ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. ഞങ്ങൾ ഖാല തആല അല്ലാഹു പറയും ഇന്നി അഅലമു മാ ലാ തഅലമൂൻ മിനൽ മസ്ലിഹത്തി ഫി ഇഖ്തിലാഫി ആദം വഅന്ന ദുരിയതുഹു ഫീഹിം അൽ മുതീഉ വൽ വൽ ആസി. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എനിക്കറിയാം, ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ അറിയുന്നവനാണ്. അവരിൽ നന്മ ചെയ്യുന്നവരുണ്ട്, ആദം സന്തതികളിൽ നിന്ന് വഴിപ്പെടുന്നവരുണ്ട്, ദോഷി ചെയ്യുന്നവരുണ്ട്, അപ്പോൾ അവരുടെ ഇടയിൽ നീതി പ്രവർത്തിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ആ വക കാര്യങ്ങളൊക്കെ അവർക്കറിയാം. ഫഖാലൂ, അവരെന്നിട്ട് മലക്കുകൾ പറയും ലൻ യഖ്ലുഖു റബ്ബുനാ ഖൽഖൻ അക്രമ അലൈഹി മിന്ന, നമ്മളെക്കാൾ ബഹുമാനമുള്ളവരെന്തായാലും അള്ളാഹു സൃഷ്ടിക്കുകയില്ല.
ഒരു പക്ഷേ സൃഷ്ടിച്ചാലും നമ്മളായിരിക്കും ഏറ്റവും അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതർ. അപ്പോൾ നമ്മളായിരിക്കും ഏറ്റവും ഉന്നതരെന്ന് മലക്കുകൾ തമ്മിൽ പറയുകയും, അപ്പോൾ അങ്ങനെ പറയുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു? ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കാൻ ഒരുങ്ങി. ഫഖലഖല്ലാഹു തആല ആദമ മിൻ അദീമിൽ അർളി ഐ വജീഹ, ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മണ്ണുകളെ എടുത്തു. ബിഅൻ ഖബള മിൻഹ ഖബ്ലതൻ മിൻ ജമീഇ അൽവാനി, എല്ലാ നിറങ്ങളിൽ നിന്നുമുള്ള മണ്ണുകൾ ആദം നബിയെ സൃഷ്ടിക്കാൻ അള്ളാഹു ശേഖരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? വഅജ്നതു ബിൽ മിയാഹിൽ മുഖ്തലിഫത്തി, വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്നും വെള്ളം കൊണ്ട് അതിനെ കുഴച്ചു. വസവ്വാഹു നഫഖ ഫീഹി, അതിനെ ഒരു മനുഷ്യക്കോല രൂപപ്പെടുത്തി. എന്നിട്ട് അതിൽ റൂഹ് ഊതി. ഫനഫഖ ഫീഹി റൂഹു, അതിൽ റൂഹ് ഊതി. ഫസാറ ഹയവാനൻ ഹസാസൻ ബഅദ അൻ കാന ജമാദൻ, ജീവനില്ലാത്ത വസ്തുവായിരുന്ന സാധനത്തെ അതിൽ റൂഹ് ഊതിയപ്പോൾ ജീവനുള്ള വസ്തുവായിട്ട് മാറി. അപ്പൊ മനുഷ്യന്മാർ ജനിക്കുന്നത് കറുത്തവരുണ്ട്, വെളുത്തവരുണ്ട്, നിറവ്യത്യാസമുള്ളവരുണ്ട്, കറുത്തവും വെളുപ്പമുള്ളവരുണ്ട്. അങ്ങനെ എന്താ ഇതിങ്ങനെ സംഭവം? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ മണ്ണുകളെ ശേഖരിച്ച്, വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം ശേഖരിച്ചുകൊണ്ട് അള്ളാഹു അതിനെ വിവിധ കോലങ്ങളായ, വിവിധ രൂപങ്ങളായ, നിറങ്ങളുള്ള മണ്ണുകൾ എടുത്ത് അതിനെ മനുഷ്യന്റെ രൂപപ്പെടുത്തി. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യന്മാർ വ്യത്യസ്തമായ നിറങ്ങളിലുള്ളത്, വ്യത്യസ്തമായ കളറുകളിലുള്ളത്. ആ രീതിയിൽ ഇന്ന് നാം കാണുന്ന രൂപത്തിൽ മനുഷ്യന്മാരൊക്കെ വന്നിരിക്കുന്നവൻ. അതാണ് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തിയതിൻ്റെ പശ്ചാത്തലത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. ഔദാര്യമോടവൻ ചെയ്യും മഹത്തായ കർമ്മങ്ങളൊന്നുമേ കാണുന്നതില്ലയോ, നിങ്ങൾക്കു വേണ്ടി കാണും ചരാചരം സർവവും സൃഷ്ടിച്ചു രക്ഷിപ്പതീശ്വരൻ. ആകാശവീതിയിൽ കണ്ണയച്ചിട്ടവൻ ഭാഗിച്ചു ബാനിനെ സപ്തഭാഗങ്ങളായി. സർവജ്ഞനാണവൻ സർവകാര്യങ്ങളും കൃത്യമായി വീക്ഷിച്ചു സാരം ഗ്രഹിച്ചിടും. എൻ പ്രാതിനിധ്യം വഹിക്കുവാൻ ഭൂമിയിൽ മർത്യനെ സൃഷ്ടിക്കുമെന്നരുൾ ചെയ്തവൻ. മാലാകമാരോതി നാശം വരുത്തിയും ധാരയായി ചഞ്ചോര ഭൂമിയിൽ വീഴ്ത്തിയും. കാലം കഴിച്ചിടും മർത്യനെ എന്തിനായി ഭൂവിൽ നിയോഗിപ്പു രക്ഷകാ ദൈവമേ. ദാസരാം ഞങ്ങളോ വാഴ്ത്തുന്നതാരം തം നിന്മഹത്വങ്ങളും ശുദ്ധിയും നീതിയും. ഓദീനനല്ലാഹു നിങ്ങൾക്കദൃശ്യമാം യാഥാർത്ഥ്യമൊക്കെ നാം കാണുന്നു സൂക്ഷ്മമായി. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, നാമുമായി ബന്ധപ്പെട്ടവർ, പരിചയപ്പെട്ടവർ, നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയവരെ കബറുകളെ അള്ളാഹു വിശാലമാക്കട്ടെ. സ്വർഗത്തിനുള്ള ഒരു വാതിൽ അവരുടെ കബറിലേക്ക് അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും കുടുംബസമേതം ചെയ്യാനുള്ള ഭാഗ്യം നമുക്ക് നൽകട്ടെ. അള്ളാഹു എല്ലാ രീതിയിലും നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മളുമായി ബന്ധപ്പെട്ടവരെയും എല്ലാവിധമായ വിപത്തുകളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.